കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫോർട്ട് കൊച്ചി വെളിയിലാണ് നിർത്തിയത്. ഇത് നമ്മൾ വെളിയിൽ നിന്ന് നേരെ വന്ന് കൂവപ്പാടം വന്നിട്ട് കൂവപ്പാടത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു സാന്റഗോപാലൻ റോഡ്. ആ റോഡിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൽ കൊച്ചിൻ കോളേജ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്കുള്ള റോഡിൽ കൊച്ചിൻ കോളേജ്, പഴയ സുജാത തിയേറ്ററൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു. ലെഫ്റ്റിലോട്ടുള്ള റോഡ് പനേപ്പള്ളിയിലേക്ക് പോകുന്നതായിരുന്നു. നേരെ നമ്മൾ പോകുന്ന റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കുണ്ട് റൈറ്റ് സൈഡിൽ. റോഡ് കൊള്ളാം, നല്ല റോഡാണ്. വീടുകളും ഉണ്ട്. പക്ഷേ ഇത് കൊമേഴ്സ്യൽ ഏരിയ ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. ഇത് പഴയ ഒരു പമ്പാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ചുള്ളിക്കലിലേക്ക് പോകും, റൈറ്റ് സൈഡിലേക്ക് വെളിയിലേക്ക് പോവാം. നേരെ നമ്മൾ സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ അതിലെ പരിപ്പ് ജംഗ്ഷനിലോട്ട് പോകും. ഇതിൻ്റെ അപ്പുറത്തൊരു റൈറ്റ് സൈഡിൽ വലിയ തോടാണ് കേട്ടോ. പണ്ട് വലിയ കെട്ടുവള്ളങ്ങളൊക്കെ പോയിരുന്ന തോടാണ് അത്. പക്ഷേ ഇപ്പോൾ അത് കറുത്താകെ ഇതായിപ്പുണ്ട്. ഇതാണ് സെയിൻറ്റ് ആൻ്റണീസ് പള്ളി. വേനപ്പള്ളി ആയിരുന്ന റൈറ്റ് സൈഡിൽ. ഇത് ഇപ്പുറത്ത് പുതിയ പള്ളി പണിതാണ്. ഈ റോഡിൻ്റെ അപ്പുറത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജെർസൺ എന്ന് പറഞ്ഞു. അവനെ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ സൗദിയിൽ വെച്ചാണ് കണ്ടത്. ഇപ്പോൾ പുള്ളി തലശ്ശേരിയിൽ സെറ്റിലായി. തലശ്ശേരി സെറ്റിലായി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പെരഗ്രൗണ്ടിനടുത്ത് ബൂട്ട്സിൻ്റെ മാനേജറിൻ്റെ മോനായിരുന്നു കൃഷ്ണകുമാർ. 2-3 വർഷം പഠിച്ചുള്ളൂ ബ്രിട്ടോയിൽ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി. പുള്ളിനെ പിന്നെ ഒരു 50 വർഷം കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്. കൃഷ്ണകുമാർ ഇപ്പോൾ കണ്ണൂരുണ്ട്. ഞാൻ ലഡാക്കിന് പോയപ്പോൾ കൃഷ്ണകുമാറും കൂട്ടുകാരും കൂടി എനിക്ക് കണ്ണൂർ ഒരു സ്വീകരണമൊക്കെ തന്നായിരുന്നു. ജെർസനെയും കണ്ടായിരുന്നു തലശ്ശേരിയിൽ ഞാൻ. ഇത് നമ്മുടെ ഇപ്പോൾ ഈ റോഡിന് വീതിയുണ്ട് കേട്ടോ. നേരത്തെ ഇത്ര വീതിയൊന്നും ഇല്ലായിരുന്നു. റോഡും കടകളൊക്കെ ഉണ്ട് കുറേ ഇവിടെ. നേരെ നമ്മൾ പരിപ്പ് ജംഗ്ഷനിൽ വരും. പരിപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് കഴുത്തുമുട്ടിലേക്ക് പോകും. റൈറ്റ് സൈഡിലോട്ട് മറ്റേ ബീച്ച് റോഡ്, കണ്ണമാലി ഭാഗമില്ല, അങ്ങോട്ട് പോകാനുള്ള റോഡാണ് റൈറ്റ് സൈഡിൽ പരിപ്പ് ജംഗ്ഷനിലെത്താം. കരുവേൽപ്പടിയൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോന്നിട്ടാണ് പരിപ്പ് ജംഗ്ഷൻ. വേനപ്പള്ളിയിൽ പണ്ടും ഇപ്പോഴും നല്ല ആളാണ് കേട്ടോ അവിടെ. ചൊവ്വാഴ്ച ആദ്യത്തെ പള്ളികളിലൊന്നായിരുന്നു അത്. ഇതാണ് പരിപ്പ് ജംഗ്ഷൻ. ലെഫ്റ്റിലോട്ട് നമ്മൾ തോപ്പടി ഭാഗത്തേക്ക് പോകുന്നു, റൈറ്റിലോട്ട് കണ്ണമാലി ഭാഗത്തേക്ക് പോകുന്നത്. നേരെ പരിപ്പിലോട്ട് പോകുന്നത്. ഈ റോഡിലാണ് നമുക്ക് എസ്കോട്ടറിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി. പണ്ട് ഇവിടെ കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി വിതരണം ചെയ്തിരുന്ന എസ്കോട്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് KSEB ആയി മാറിയത്. ഇവിടെ അതിൻ്റെ പഴയ ഒരു സെൻറ്റർ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഇത് ഈ ഭാഗത്തായിരുന്നു. ഇത് കണ്ട് ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്നായിരുന്നു ക്വാർട്ടർ വിതരണം ചെയ്തിരുന്നത്. ഇലക്ട്രിസിറ്റി വിതരണം കംപ്ലീറ്റ് ക്വാർട്ടറായിരുന്നു കൊച്ചിയിൽ. കൊച്ചിന്ന് വെച്ചാൽ ഇപ്പുറത്തെട്ടാ. പണ്ടത് അപ്പുറം എറണാകുളം, ഇവിടെ ഫോർട്ട് കൊച്ചിയായിരുന്നു. ഇത് കഴുത്തുമുട്ട് ജംഗ്ഷൻ. ലെഫ്റ്റിലോട്ട് കരുവേലിപ്പടി വഴി മട്ടാഞ്ചേരിക്ക് പോവാം. ഇത് നേരെ നമ്മൾ തോപ്പടി ഭാഗത്തേക്ക് പോകും. ആരാണ് ഈ കൊച്ചി മാറ്റിക്കളഞ്ഞെന്നറിയില്ല. ഇതായിരുന്നു ഒറിജിനൽ കൊച്ചി. നമ്മളൊക്കെ അപ്പുറം എറണാകുളം വരുന്നു. അത് മതിയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം മൊത്തം കൊച്ചിയാക്കി. ഫോർട്ടില്ലാതെ. പണ്ട് എറണാകുളത്ത് കൊച്ചി പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ മൊത്തം കൊച്ചിയായല്ലോ. ഇവിടെയൊക്കെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളായിട്ട് ഇവിടെ എല്ലാം വീടുകളായിരുന്നു. കുറേ വീടുണ്ട്. 2 സൈഡിലും വീടുകളായിരുന്നു. അതെല്ലാം പോയി. ഈ ഭാഗത്തൊരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അതെല്ലാം പോയി, സുജിത്തിൻ്റെ. പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട് ഡെൻമാസിൻ്റെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമ്മുടെ ഈ ജംഗ്ഷൻ എത്തുമ്പോൾ ഇവിടെയൊക്കെ ആകെ മാറിപ്പോട്ടെ. എല്ലാം കടകളായി മാറി.
ഉണ്ട്, മൊത്തം കടകളായി. വൈകിട്ടൊക്കെ നല്ല തിരക്കാണ് റോഡ്. ഇതിപ്പോൾ നമ്മൾ തോപ്പടി ഒരു ജംഗ്ഷനിലെത്തി. ചെറിയ ബ്ലോക്കുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഡെൻമാസ് ഫെഡറിക്കിൻ്റെ, അവനിപ്പോൾ സിനിമയിലൊക്കെയാണ്. ഈ ലെഫ്റ്റിലോട്ട് നമ്മൾ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോകാം, ചുള്ളിക്കൽ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോകാം. നേരെ നമ്മൾ ഇതൊരു പള്ളി, പഴയ പള്ളിയാണ് കേട്ടോ. ഇതൊരു AC പ്രയർ റൂമൊക്കെ ഉണ്ട്. ഈ തോപ്പുംപടി ഭാഗത്ത് ഇപ്പോൾ ആകെ നമ്മൾ നോക്കിയിട്ട് കാണുന്ന പഴയ ഒരു സ്ഥാപനം വെച്ചാൽ കിങ് ഷൂ മാർട്ടുണ്ട്. ഇത് ഓഷ്യൻ കിങ് ആയിരുന്നു, രാമൻ ചേട്ടൻ്റെ. അതൊക്കെ നിർത്തിപ്പോയി, ഓഷ്യൻ കിങ്. ഇപ്പോൾ വേറെ എന്തോ ആണ്. ഇത് നമ്മളെ തോപ്പുംപടി ജംഗ്ഷനിൽ വന്നു. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളായിപ്പോയി, മറ്റേ ഷോപ്പിംഗ് സെൻ്ററൊക്കെ ആയിപ്പോയി. റൈറ്റിലോട്ട് നമ്മൾ കുമ്പളങ്ങി ഇടക്കൊച്ചി ഭാഗത്തേക്ക് പോകും, ആലപ്പുഴക്ക് പോകണം. ഇത് പഴയ പാലം കയറണം. ഇത് റൈറ്റ് സൈഡിൽ നമ്മൾ പട്ടേൽ തിയേറ്ററായിരുന്നു, പട്ടേൽ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടായിരുന്നു അത്. ഉണ്ട്, പട്ടേൽ തിയേറ്ററാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ. ഇപ്പോൾ അതൊക്കെ ഷോപ്പിംഗ് സെൻ്ററായി മാറി. ഇവിടെ ഞാൻ പണ്ട് സിനിമ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാലത്തിലെത്തി. സർ റോബർട്ട് ബ്രിസ്റ്റോ പണിത പാലമാണ്. ഒരു 87 കൊല്ലം പഴക്കമുണ്ട് ഈ പാലത്തിന്. 37 ഇത് പണി തീർന്ന് 43-ലായിട്ടാണ് ഇത് തുറന്നു കൊടുത്തത്. ഇതിൻ്റെ നടുഭാഗം പൊങ്ങുമായിരുന്നു, മരം വരുന്നത്. ചെറിയ കപ്പലുകൾക്കൊക്കെ കടന്നു പോകാൻ വേണ്ടി പൊങ്ങുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങോട്ട് മറ്റേ നമ്മുടെ വെള്ളത്തിൻ്റെ കണക്ഷനും കേബിളും ഒക്കെ വന്ന കാരണം ആ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അത് ഈ പൊങ്ങൽ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മൊത്തം ടാർ ചെയ്ത് കളഞ്ഞു. മരവും കിട്ടാനില്ല. മരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പേപ്പറിലുണ്ടായിരുന്നു. അത് കാരണം മൊത്തം ടാർ ചെയ്ത് പരിപാടി ചെയ്തു. പഴമയുടെ പരിപാടി നമുക്ക് എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം അത് നിർത്തി. ഈ പാലത്തിൽ എപ്പോഴും പണ്ട് മെയിൻ്റനൻസിന് ആളുണ്ടാവുമായിരുന്നു, പോർട്ടിൻ്റെ ഇതിൽ ആൾക്കാരുണ്ടാവുമായിരുന്നു. ഇപ്പോൾ അവരെ കാണാനില്ല. ഇപ്പോൾ എപ്പോഴും പെയിൻറ്റിങ്ങും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. നേരെ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിലോട്ട് ഇറങ്ങി. ഇതും പണ്ട് നികത്തിയെടുത്ത ഒരു സ്ഥലമാണ്. ഏതാണ്ട് 750 ഏക്കറുണ്ട് ഈ ഐലൻഡ്. ഇപ്പോൾ ഇതിലെ ചെറിയ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. വലിയ വണ്ടിയൊക്കെ പുതിയ പാലത്തിൽ 90 അപ്പുറത്തെ പാലം പണിത്. അപ്പോൾ അതിലാണ് വലിയ വണ്ടിയൊക്കെ പോകുന്നത്. ഇപ്പോൾ ഐലൻഡിലെത്തി. നേരെ പഴയ റോഡ്, മട്ടാഞ്ചേരി വാട്ടർ കൂടിയുള്ള റോഡ്. ഇത് റൈറ്റിലേക്ക് പുതിയ റോഡ് വന്നതാണ്. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എടുക്കുമ്പോൾ കാണാം നമുക്ക്.